ഞാൻ കൂടെ കിടക്കുന്നത് മതിയാവാഞ്ഞിട്ടാണോ നീനെ? നീ രഘു വിളിക്കുമ്പോഴും ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നത്? അഴിഞ്ഞുപോയ മുണ്ട് വാരിയെടുത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വിനോദ് ശബ്ദം ഉയർത്തി ചോദിച്ചതും അവന് നേരെ തിരിഞ്ഞു നീന. എന്നിലെ പെണ്ണിനെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും നിനക്ക് സാധിക്കുന്നില്ല എന്ന തോന്നൽ കൊണ്ടാണോ വിനോദ് നീ എന്നെ നിന്റെ കൂട്ടുകാരന്റെ കിടക്കയിലോട്ട് കൊടുത്തത്? അതോ നീ ഒരു കഴിവുകെട്ടവനാണെന്ന് നീ സ്വയം വിശ്വസിക്കുന്നുണ്ടോ? തനിക്കെതിരെ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നവളെ നേരിടാൻ കഴിയാതെ ശിരസ് വെട്ടിച്ചവളിൽ നിന്ന് നോട്ടം മാറ്റി വിനോദ് വേഗത്തിൽ. എന്നോട് ക്ഷമിച്ചൂടെ നീന? നിനക്ക് എന്റെ മാത്രം നീനയായി മാറിക്കൂടെ? നിറഞ്ഞു തുളുമ്പാറായ മിഴികളോടെ വിനോദ് കെഞ്ചി എന്ന പോലെ നീനയോട് ചോദിച്ചതും അങ്ങനെയൊരു ചോദ്യമേ കേട്ടില്ല എന്നതുപോലെ കുളിച്ചു മാറ്റാനുള്ളതുമെടുത്ത് വേഗത്തിൽ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു നീന. തന്നെ അവഗണിച്ചുള്ള അവളുടെ ആ പോക്കിൽ ദേഷ്യം ഇരച്ചെത്തി വിനോദിലും. അയാളുടെ നോട്ടം ആദ്യം കിടക്കയിലേക്കും അവിടുന്ന് ചുളിഞ്ഞു ചുരുണ്ടുകൂടി അലക്ഷ്യമായി കിടക്കുന്ന ബെഡ്ഷീറ്റിലേക്കും ബെഡിന് താഴെയായി ചിതറിക്കിടക്കുന്ന തന്റെയും നീനയുടെയും വസ്ത്രങ്ങളിലേക്കുമെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ചെന്നെത്തി. ഏതാനും സമയം മുമ്പ് തനിക്കൊപ്പം ശരീരം പങ്കിട്ട് കിടന്ന തന്റെ ഭാര്യയാണ് തന്റെ കൂട്ടുകാരന്റെ ഒരൊറ്റ ഫോൺ വിളിയിൽ തനിക്കടുത്തുനിന്ന് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി തന്റെ കൂട്ടുകാരനെ തേടി ചെല്ലുന്നത്. വിനോദ് തനിക്കൊപ്പം കിടക്കുമ്പോഴും പലപ്പോഴും ഞാൻ ഓർക്കുന്നത് രഘുവിനെയാണ്. എന്റെ തെറ്റല്ലല്ലോ അത്. ദിവസങ്ങൾക്ക് മുമ്പൊരു നാൾ തന്റെ വിയർപ്പ് പറ്റി തന്നോടൊട്ടിക്കിടന്നവൾ പറഞ്ഞതോർത്തതും അമർഷം നിറഞ്ഞു വിനോദിൽ. വിനോദിന്റെ കൈ തന്റെ ഫോണിലെ രഘുവിന്റെ നമ്പർ തിരഞ്ഞു. നീന അവിടെ നിറങ്ങിയോ വിനു? ഇന്നെന്നെ കാണണമെന്ന് വിളിച്ചു പറഞ്ഞത് അവളാണ് വിനു, ഞാനല്ല. ഫോണിലൂടെ കേട്ട രഘുവിന്റെ അക്ഷമയും ദീനതയും ഒരുപോലെ നിറഞ്ഞ സ്വരം. നിസ്സഹായതയോടെ ഫോൺ കട്ട് ചെയ്ത് കിടക്കയിലേക്കെറിഞ്ഞു വിനോദ്. ആ നേരത്ത് തന്നെയാണ് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് നീന പുറത്തേക്കിറങ്ങിയതും വിനോദിലേക്കും അവൻ വലിച്ചെറിഞ്ഞ ഫോണിലേക്കും അലക്ഷ്യമായെന്ന് നോക്കിയവൾ. നീനെ, ഒരിക്കൽ എനിക്കൊരു തെറ്റുപറ്റി. അതിനെന്നെ അതേ തെറ്റുകൊണ്ട് നീ എത്രയോ പ്രാവശ്യം ശിക്ഷിച്ചു. ഇനി നിർത്തിക്കൂടെ നിനക്ക്? ദയനീയതയാണ് വിനോദിന്റെ ശബ്ദത്തിൽ. നാട്ടുകാരും അറിയേ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ താലി കെട്ടി ഭാര്യയാക്കവളെ മയക്കി കിടത്തി കൂട്ടുകാരനെ കൊണ്ട് കാഴ്ചവെച്ചതാണോ നിങ്ങളീ പറഞ്ഞ തെറ്റ്? മൂർച്ചയുള്ള നീനയുടെ ചോദ്യത്തിൽ ശബ്ദം നഷ്ടപ്പെട്ടു വിനോദിന്. നിന്നെ അവന് വേണമെന്ന് വാശി പിടിച്ചൊരു നേരത്ത് കള്ളുപുറത്ത് അറിയാതെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിന്നോട്? നീ പക്ഷെ ചെയ്തതെന്താ? ചെയ്തുകൊണ്ടിരിക്കുന്നതെന്താ? നീനയെ പിടിച്ചു കുലുക്കി വിനോദ്. ഞാൻ എന്താണ് വിനു ചെയ്തത്? ഈ ജീവിതം മുഴുവൻ എന്നെ സുരക്ഷിതത്വത്തോടെ സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതിയ നീ തന്നെ എന്നെ നിന്റെ കൂട്ടുകാരന് കാഴ്ചവെച്ചു. കുറച്ച് വൈകിയ സത്യമറിഞ്ഞ ഞാൻ അവനെ തേടി ചെന്ന് സ്വബോധത്തോടെയും എന്റെ പൂർണ്ണ സമ്മതത്തോടെയും എന്റെ ശരീരം അവന് വീണ്ടും നൽകി. ഒരിക്കൽ ഞാനറിയാതെ നീ കൊടുത്തതും അവൻ അനുഭവിച്ചതുമായ എന്റെ ശരീരം പിന്നീടെന്റെ അറിവോടെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാനവന് കൊടുത്തു. അതിന് നീ എന്തിനാ വിനോദ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ആദ്യം നീ അവനെ എന്നെ നൽകിയപ്പോഴുള്ളതേ ഇന്നുള്ളൂ. പിന്നെ ഈ ദേഷ്യത്തിന്റെയും സങ്കടത്തിന്റെയും അർത്ഥം എന്താ? വിനോദിന്റെ കൈ തന്നിൽ നിന്നും എടുത്തു മാറ്റി നീന ചോദിച്ചതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല വിനോദ്. എനിക്കിഷ്ടമല്ല നീന നീ അവനെ തേടി പോകുന്നത്. നീ എന്റെയാണ്, എന്റേത് മാത്രമാണ്. അലറി ഉറക്കെ പറയുന്നവനെ പുച്ഛത്തോടെ നോക്കിയവൾ. എനിക്കിഷ്ടമാണ് വിനോദ് രഘുവിനെ. നിന്നെ ഇഷ്ടപ്പെടും പോലെ തന്നെ ഞാൻ അവനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപോലെ സ്നേഹിക്കുന്ന 2 പുരുഷന്മാർ മാത്രമാണ് നിങ്ങൾ. താലികെട്ടി സ്വന്തമാക്കി നീ സ്നേഹിക്കുമ്പോൾ യാതൊരു കെട്ടുപാടുമില്ലാതെ അവൻ എന്നെ സ്നേഹിക്കുന്നു, അത്രമാത്രം. നേരിയ പുഞ്ചിരിയോടെ പറയുന്നതിനിടയിൽ വളരെ മനോഹരിയായി തന്നെ അണിഞ്ഞൊരുങ്ങിയവൾ. ചുണ്ടിൽ നേർമയായി ലിപ്സ്റ്റിക് ഇട്ടവൾ വിനോദിനെ നോക്കിയൊന്ന് കണ്ണിറുക്കി. രഘുവിനിഷ്ടാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടുന്നത്. ചിരിയോടെ പറഞ്ഞ് തന്നെ കടന്നു പോകുന്നവളെ തടയാൻ കഴിയാതെ നിന്നു വിനോദ്. വിനോദും വരുന്നുണ്ടെങ്കിൽ പോരൂ. നിങ്ങളോട് 2 പേരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാതിൽ കടന്നിറങ്ങിയ നീന പറഞ്ഞതും വേഗത്തിൽ ഡ്രസ്സ് മാറി അവൾക്കൊപ്പം ചെന്നു അവൻ. നീനയെ തന്റെ മുന്നിൽ വെച്ച് കണ്ട് ആസ്വദിക്കുന്ന രഘുവിനെ തടയാനോ ശബ്ദം ഉയർത്താനോ കഴിയാതെ നിസ്സഹായനായി വിനോദിരുന്നതും രഘുവിനരികിൽ നിന്ന് വിനോദിന്റെ അടുത്ത് വന്നിരുന്നു നീന. അവളുടെ ചുണ്ടിലന്നേരം ആ 2 പുരുഷന്മാരെയും മയക്കുന്നൊരു ചിരിയുണ്ട്. വിനോദ്, ഞാൻ ഗർഭിണിയാണ്. പക്ഷേ ആ കുഞ്ഞ് രഘുവിൻ്റേതാണ്. വിനോദിനോട് ചേർന്നിരുന്ന് നീന പറഞ്ഞതും ആദ്യം സന്തോഷത്തോടെയും പിന്നെ അവിശ്വാസത്തോടെയും അവളെ നോക്കി വിനോദ്. രഘു മിഴിഞ്ഞ കണ്ണോടെ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവളെ നോക്കി പകച്ചിരിപ്പുണ്ട്. നിങ്ങൾ 2 ആളും എന്നെ ഞാനറിയാതെ പകുത്തെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്. വിനോദിന്റെ ഭാര്യയായിരിക്കെ രഘുവിന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എന്ത് രസാണതല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. ഉന്മാദത്തോടെ പറയുന്നവളെ ശബ്ദം നഷ്ടപ്പെട്ട് നോക്കിയിരുന്നു അവർ.
തൻ്റേതല്ലാത്തൊരു കുഞ്ഞ് ഈ സമൂഹം മുഴുവൻ കേൾക്കെ നിന്നെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ നിനക്കൊരുപാട് സന്തോഷമാവുമല്ലേ വിനു? ചിരിയോടെ ചോദിക്കുന്നവളെ പകപ്പോടെ നോക്കി വിനോദ്. നിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞ് നിന്റെ മുന്നിൽ വെച്ച് മറ്റൊരുത്തനെ അച്ഛ എന്ന് വിളിച്ച് അയാളുടെ മകനായി വളരുന്നത് നോക്കി നിൽക്കുന്നത് നിനക്കും സന്തോഷമാകുമല്ലേ രഘു? എന്തും പരസ്പരം പങ്കുവയ്ക്കുന്നവരല്ലേ നിങ്ങൾ. ഈ കുഞ്ഞും അങ്ങനെയൊരു പങ്കുവയ്ക്കലാകട്ടെ, നല്ലതല്ലേ? ഉന്മാദിനിയായി ചിരിക്കുന്നവളെ നിസ്സഹായതയോടെ നോക്കി നിന്നവർ രണ്ടും. എനിക്ക് ഇനിയുള്ള ജീവിതത്തിൽ കൂട്ടിനൊരു പുരുഷൻ വേണ്ട വിനു. ഈ നിമിഷം മുതൽ ഒരു ഫ്രീ ബേഡായി പറന്നു നടക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കെട്ടുപാടുകളില്ലാതെ ചെന്നിരിക്കാൻ അനേകം മരച്ചില്ലകളുള്ള സ്വന്തമായി കൂടില്ലാത്ത പക്ഷിയാണ് ഞാൻ ഇന്നു മുതൽ. ഈ ലോകത്തിൻ്റെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഞാനും ഒന്ന് ആസ്വദിക്കട്ടെ എൻ്റെ കുഞ്ഞിനൊപ്പം. എല്ലാം നഷ്ടപ്പെട്ടവളെപ്പോലെ, എന്നാൽ എല്ലാം നേടാനൊരുങ്ങിയ ഒരുവളെപ്പോലെ പൊട്ടിച്ചിരിച്ചു പറയുന്നവളെ നോക്കി ഒന്നും ചെയ്യാനില്ലാതെ ഇരുന്നു വിനോദും രഘുവും. നീനയുടെ ജീവിതം ഒപ്പം തങ്ങളുടെയും ഇനി മുതൽ നിയന്ത്രിക്കുന്നത് നീനയാണെന്ന പകപ്പോടെ ഒന്നും പ്രതികരിക്കാനാകാതെ നിശ്ചലയായിരുന്നു അവർ. ഇരുത്തിയവരെ നീന. അവൾക്ക് ജയിക്കാനുള്ള കളികൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.